പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസം, സന്തോഷകരമായ ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ തക്കവണ്ണം ബലഹീനനായ എന്നെയും പ്രിയമുള്ള നിങ്ങൾ ഏവരെയും അനുഗ്രഹിച്ച കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 15-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. ദാവീദ് രാജാവിൻ്റെ ഒരു സങ്കീർത്തനമാണത്. ദാവീദിൻ്റെ ചിന്തകളിലൂടെ, ദാവീദിൻ്റെ വിചാരങ്ങളിലൂടെ ഒരു സംശയം ഇങ്ങനെ കടന്നു പോകുകയാണ്. അദ്ദേഹം അത് ഇപ്രകാരം ചോദിക്കുന്നു: യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? വീണ്ടും ചോദിച്ചു, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? 2 ചോദ്യങ്ങൾ. എന്നാൽ 2 ചോദ്യങ്ങളുടെയും ആകത്തുക എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നിൻ്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിൻ്റെ പർവ്വതത്തിൽ ആർ വസിക്കും? അത് ദൈവസന്നിധിയെ, അല്ലെങ്കിൽ ദൈവരാജ്യത്തെ, അതല്ലെങ്കിൽ സ്വർഗരാജ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. കേവലം ഏതൊരു മനുഷ്യൻ്റെയും ചിന്തകളിൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലായിരിക്കുന്നവരുടെ എല്ലാവരുടെയും മനസ്സിലൂടെ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കുന്നവരുടെ ഒരു ചിന്തയാണ്: ദൈവമേ, നിൻ്റെ സന്നിധിയോളം കടന്നു വരുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യണം? അതല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ എനിക്ക് പാർക്കുവാനായിട്ട് സാധിക്കുക? ഈ വേദഭാഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ ഒരു ഉത്തരം പോലെ ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആദ്യം ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരമായി ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയാണ്. അതൊരു 11 കാര്യങ്ങളുണ്ട്. ഈ 11 കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതെല്ലാം തന്നെ നമ്മിൽ പലരെയും തൊട്ട് കടന്നു പോകുന്നതല്ലയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വേദഭാഗം ഇപ്രകാരം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും: നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. 2ാമത്തെ തിരുവചനം പറയുന്നത് അപ്രകാരമാണ്: 1, നിഷ്കളങ്കനായി നടക്കുക. നിഷ്കളങ്കതയോടെ നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കുവാൻ കഴിയും എന്ന് രേഖപ്പെടുത്തുകയാണ്. നിഷ്കളങ്കത കേൾക്കുവാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്കാണത്. നൈർമല്യമേറിയ ഒരു വാക്ക്, നിഷ്കളങ്കത. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ട അനുഗ്രഹകരമായൊരു ഭാവമാണത്, നിഷ്കളങ്കത. എന്നാൽ ഈ നിഷ്കളങ്കതയ്ക്കുടമയോ ഞാനും നിങ്ങളും എന്നൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവസന്നിധിയിൽ മാനം ലഭിക്കുന്ന, ദൈവസന്നിധിയിൽ ഒരു താല്പര്യം തോന്നുമാറി നിൽക്കുന്ന ഒരു നിഷ്കളങ്കതയുടെ ജീവിത അനുഭവം എനിക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്തിൽ, അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ, യഹോവയാം ദൈവം ഇയ്യോബിനെക്കുറിച്ചൊരു പരാമർശം നടത്തുന്നുണ്ട്. ഊസെന്ന് ദേശത്ത് പാർക്കുന്ന ഇയ്യോബ് അവനെപ്പോലെ നിഷ്കളങ്കനായി ഭൂമിയിൽ വേറെ ആരും ഇല്ലല്ലോ എന്ന്. കർത്താവിൻ്റെ കണ്ണിൽ ഇയ്യോബിനെ നിഷ്കളങ്കനായിട്ട് കാണുകയാണ്. കളങ്കം ലേശം തൊട്ടു തീണ്ടാത്തവൻ, കളങ്കമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ നന്മ മാത്രം പ്രവർത്തിക്കുന്നവൻ. എന്നാൽ ഈ കാലഘട്ടത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ നിഷ്കളങ്കതയുടെ അർത്ഥമെന്താണ്?
പലരും അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അങ്ങനെയാണ് എല്ലാവരെന്ന് അച്ഛൻ വിചാരിക്കുന്നില്ല. എങ്കിലും പ്രിയമുള്ളവരെ, ചിലപ്പോഴെല്ലാം ചിലയിടങ്ങളിലെല്ലാം ആ നിഷ്കളങ്കതയ്ക്ക് ഭംഗം വന്നതുകൊണ്ട് അനേകം അരുതായികകൾ സംഭവിച്ചു പോകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ശിശുവിൻ്റെ നൈർമല്യതയുണ്ടാകേണ്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ ആ കൈവെപ്പ് നൽകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഊതിക്കയറ്റി ജീവൻ പ്രാപിച്ചവനായ മനുഷ്യൻ, വിശുദ്ധിയോടെ മനുഷ്യൻ ഏവരും ജീവിച്ച് കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ആ മനുഷ്യൻ പക്ഷേ പലപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരാകുന്ന പോലെ നിഷ്കളങ്കതയെ വെടിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 25-ന്റെ 21-ാമത്തെ വാക്യം അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഭക്തനായ മനുഷ്യൻ്റെ ആഗ്രഹമാണ് നിഷ്കളങ്കത, നേര്, അതെന്നെ പരിപാലിക്കുമാറാകണം. അത് ആഗ്രഹിക്കണമെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ ഒരു ദൈവ വിചാരമുണ്ടാകണം, ഒരു ദൈവിക ചിന്തയുണ്ടാകണം, ദൈവമേ എന്നുള്ളൊരു വിളിയുണ്ടാകണം. അത് ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദമാണെങ്കിൽ അവന് നിഷ്കളങ്കത ജീവിതത്തിൽ കൊണ്ടുവരണം എന്നൊരു താല്പര്യം ജനിച്ചു നിൽക്കും. മാത്രമല്ല, നേരായത് മാത്രം സംസാരിക്കുവാൻ, നേരോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുവാൻ, നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ അവന് സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നിഷ്കളങ്കത എന്ന പദത്തെ പലരും വിസ്മരിച്ച് കളഞ്ഞിട്ട് ഏതെങ്കിലും വിധേന ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് കടന്നു പോകുവാൻ കളങ്ക വഴിയിലൂടെ സഞ്ചരിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. ഏതെല്ലാം വിധത്തിലൂടെ സഞ്ചരിച്ചാലും വേണ്ടില്ല, നിഷ്കളങ്കതയ്ക്കൊന്നും ഈ നാട്ടിൽ വലിയ സ്ഥാനമില്ല. അങ്ങനെ നടന്നാൽ ഒരു പക്ഷേ ജീവിതത്തിൽ സന്തോഷാനുഭവം കിട്ടത്തില്ലെന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നു. മാത്രവുമല്ല, ആ നിഷ്കളങ്കതയെ മാറ്റി നിർത്തിയിട്ട് കളങ്കത്തിൻ്റെ വഴിയിലൂടെ കളങ്കം പുരണ്ട കൈകൊണ്ട് അനേകം സമ്പത്തും അല്ലെങ്കിൽ അധികാരവും സ്ഥാപിച്ചെടുക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നവർ. എന്നാൽ പ്രിയമുള്ളവരെ, ഓർക്കുക, ദൈവികമായ അനുഗ്രഹത്തിന് കീഴിൽ നിൽക്കുമ്പോൾ അത് ജീവിതത്തിൽ യാതൊരു ഗുണവും നമുക്ക് ചെയ്യത്തില്ല. കർത്താവിൻ്റെ കൃപയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ, കർത്താവിൻ്റെ അനുഗ്രഹത്തിന് കീഴിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഏതൊരു മനുഷ്യനും ഒരു നിഷ്കളങ്കത ഭാവം ആവശ്യമാണ്. ഒരു നിഷ്കളങ്കതയുടെ ഭാവം ആവശ്യമാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. എന്നാൽ ഓർത്തുകൊള്ളുക, ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ തൻ്റെ കാര്യങ്ങളെ ന്യായീകരിക്കും. തങ്ങളെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് കുറ്റങ്ങൾ ആരോപിക്കുന്നതിൻ്റെ നടുവിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അപ്രകാരം പ്രവർത്തിക്കുവാനാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭയുടെ യാമപ്രാർത്ഥനയുടെ നിത്യനമസ്കാരത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്: ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും നിമിത്തം നിന്നിൽ നിന്നും അകന്നു പോയിട്ട് പേരിന് മാത്രം നിനക്കുള്ളവരായിരിക്കാൻ ഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പരിതപിക്കുന്നു. അനുതപിപ്പാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ഞങ്ങളുടെ അഹങ്കാരം അതിന് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, തന്നെത്താൻ പഠിക്കുന്നില്ല. ഞങ്ങൾ മറ്റുള്ളവരുടെ ദാഹം തീർക്കുന്നു, എങ്കിലും ഞങ്ങൾ ദാഹത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, താന്താങ്ങളുടെ ജീവിതശീലങ്ങളിൽ, താന്താങ്ങളുടെ പ്രവൃത്തിയുടെ വഴികളിൽ താൻ എന്താണ് ചെയ്തു കൂട്ടുന്നതോ എന്ന് പലരും ചിന്തിക്കാറില്ല. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് ദൈവത്തിന് പ്രീതികരമാണോ എന്ന് ചിന്തിക്കാറില്ല. സാമ്പത്തിക ലാഭത്തിനും സാമ്പത്തികമായ ഉന്നമനത്തിനും വേണ്ടി താൻ ചെയ്തെടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ കൈവപ്പ് പതിഞ്ഞിട്ടുണ്ടോ എന്ന് പലരും ചിന്തിക്കാറ് പോലുമില്ല. പക്ഷേ അങ്ങനെ ചെയ്തെടുക്കുന്ന പല പ്രവർത്തനങ്ങളിലും ഒത്തിരി പേരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ചില ലാഭക്കൊതിയന്മാരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ കാണാം കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും അരുതാത്തത് പ്രവർത്തിക്കുന്നത്. അത് ഭക്ഷണ സാധനങ്ങളുടെ ഏതൊരു സാധനമാണെങ്കിലും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അതിൽ വിഷാംശം തൊട്ട് തീണ്ടിയിട്ടുണ്ട്.
മാരകമായ വിഷം അതിന് ചേർക്കപ്പെട്ടിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കാണുകയും സ്വജീവിതത്തിലൂടെ അനുഭവിച്ച് അറിയുന്നതുമായ കാര്യങ്ങളാണ്. അവർക്കതിന് ന്യായീകരണമുണ്ടാകാം. ഞാൻ ഇപ്രകാരം ചെയ്തില്ലെങ്കിൽ ഞാൻ ഉൽപ്പാദിപ്പിച്ചെടുത്ത വസ്തു നശിച്ചു പോകും, എനിക്ക് സാമ്പത്തികമായ വലിയ പ്രതിസന്ധി ഉണ്ടാകും, അതുണ്ടാകാതിരിക്കാൻ ദീർഘകാലം കൂടാതിരിക്കാൻ ഇതിങ്ങനെ എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക, തൻ്റെ ലാഭത്തെക്കുറിച്ച് തൻ്റെ നഷ്ടത്തിൻ്റെ കണക്കിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവൻ മറ്റുള്ളവർക്കുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് മറന്നു കളയുകയാണ് മനഃപൂർവ്വം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിനെ മാനിക്കാതെ, കർത്താവിന് മഹത്വം കൊടുക്കാതെ, കർത്താവിൻ്റെ സൃഷ്ടികൾക്ക് ദോഷം വരുന്ന വിധത്തിൽ പ്രവർത്തിച്ച് ആർജിച്ചെടുക്കുന്നത് അത്ര നന്മയല്ല എന്ന് ചിന്തിച്ചു കൊള്ളുക. ഏതു വിധേനയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കി അത് ഭവനത്തിൽ സൂക്ഷിച്ച് ബാങ്കിൻ്റെ അക്കൗണ്ടുകളിൽ ശേഖരിച്ചു വെച്ചിട്ട് ആനന്ദത്തോടെ ജീവിക്കുമ്പോൾ ഓർക്കുക, ഈ രാത്രികാലം അല്ലെങ്കിൽ നാളത്തെ ദിവസം അതല്ലെങ്കിൽ വരുന്ന തലമുറ അതെപ്രകാരം സന്തോഷത്തോടെ അനുഭവിക്കാൻ സാധിക്കുമെന്ന്. അരുതാത്ത വഴികളിലൂടെ നമ്മുടെ കയ്യിലെത്തുന്ന, നമ്മുടെ പോക്കറ്റിലെത്തുന്ന പൈസ അത് കരയുമെന്ന് കേട്ടിട്ടുണ്ട്. മറ്റുള്ളവൻ്റെ ആ സന്തോഷകരമായ അനുഭവത്തിൽ നിൽക്കുന്ന ആ പൈസയെ അല്ലെങ്കിൽ ആ സാമ്പത്തിക മേഖലകളെ നമ്മുടെ കൈവശപ്പെടുത്തി കഴിയുമ്പോൾ അത് നമ്മുടെ മുതലല്ലാത്തത് കൊണ്ട് നമ്മളിരുന്ന് കരയും. അത് ആ കരച്ചിലെന്ന് പറയുന്നത് തെറ്റായ വഴിയിലൂടെ എടുത്ത വ്യക്തിയെ സംബന്ധിച്ച് അതത്ര നല്ലതല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ഈ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുക, നിഷ്കളങ്കതയോടെ ജീവിക്കുക എന്നതാണ് പരമപ്രധാനം. എന്നാൽ കാലികമായ ഈ ജീവിതകാലത്ത് അതെത്രത്തോളം അത് എളുപ്പമാണ്, സാധ്യമാണ് എന്ന് നമുക്കറിഞ്ഞൂടാ. എന്നാൽ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിൻ്റെ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി ആദ്യം പറയുന്നത് നിഷ്കളങ്കതയോടെ ജീവിക്കുകയെന്ന്. പണ്ട് നാളിൽ പാടുന്ന ഒരു പാട്ടിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പാവനമാകുന്ന പട്ടണത്തിൽ ആരാണ് കടക്കുക? ഇതിനോട് ചേർന്ന് തന്നെ എഴുതിയ പാട്ടാണ്. പാട്ടിങ്ങനെ കിടക്കുന്നു, പാവനമാം പട്ടണത്തിൽ ആരു കടന്നിടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ, നീതിയായി നടന്ന് നേർപ്പറഞ്ഞു മന്നിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ, നീതിയായി നടന്ന് നേർപ്പറഞ്ഞു മന്നിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ. നീതിയോടെ പ്രവർത്തിക്കുന്ന, പാതിവൃത്യം പോലെ ജീവിതത്തെ സൂക്ഷിക്കുന്ന, നേരെ ജീവിതത്തിൽ അനുഭവത്തിൽ കൊണ്ടുവരുന്ന അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് പാവനമായ പട്ടണത്തിലേക്ക് കടക്കുവാനുള്ള സാധ്യതയൊരുങ്ങുള്ളതെന്ന്. പ്രിയമുള്ളവരെ ഓർക്കുക, ഒന്നാമത്തെ ചിന്തയിൽ ഇങ്ങനെ പറഞ്ഞു, നിഷ്കളങ്കത. ആ നിഷ്കളങ്ക ഭാവമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ആ നിഷ്കളങ്കതയുടെ ഒരു നൈർമല്യത നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ വളരെ മനോഹരമായൊരു ഗീതം ഇപ്രകാരം പാടുന്നുണ്ട്. പരിശുദ്ധ സഭയുടെ നൈർമല്യതയെക്കുറിച്ച്, പരിശുദ്ധ സഭയുടെ നിർമ്മലതയെക്കുറിച്ച് ഒരു വളരെ മനോഹരമായൊരു ഗീതം നമ്മളിങ്ങനെ പാടാറുണ്ട്. പതിവൃതയാ പരിപാവന സഭയെ, പ്രകാരമാണ് പതിവ്രതയാകുന്ന സഭ, കളങ്കം ലേശാത്ത സഭ. ആ സഭയുടെ മക്കളാണ് നാം ഓരോരുത്തരും. സഭയാകുന്ന ആ വലിയ വൃക്ഷത്തിൻ്റെ ഓരോ ഭാഗങ്ങളാകുന്ന നമ്മൾ ഓരോരുത്തരും ആ നിഷ്കളങ്കതയ്ക്കൊത്തവണ്ണം ജീവിക്കുവാൻ പരിശ്രമിക്കണം. അതല്ല, അതിലേതെങ്കിലും ഒരു ശിഖരമാകുന്ന നമ്മിൽ ഒരു വട്ടമുണ്ടാകുകയാൽ അല്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്നെങ്കിൽ അതത്ര നന്മയാകത്തില്ല. എന്നാലും ശിഖരമാകുന്നത് പോയാൽ പോലും തായ്തടിക്ക് വലിയ ദോഷമൊന്നും സാധാരണ വരാറില്ലല്ലോ. അപ്രകാരം തന്നെ പരിശുദ്ധ സഭയാകുന്ന ആ വലിയ വൃക്ഷത്തിൻ്റെ ഭാഗമാകുന്ന നമ്മിൽ എന്തെങ്കിലും ശോഷണം സംഭവിച്ചാൽ അത് നമുക്ക് മാത്രമായിരിക്കും നഷ്ടമുണ്ടാക്കുക എന്ന് ഓർത്തുകൊള്ളുക. പരിശുദ്ധ സഭയുടെ മണവാളനായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം ആ ഗീതത്തിൻ്റെ അവസാന ഭാഗം പറയുന്നതായിട്ട് പരിശുദ്ധ സഭ പാടുകയാ. വിശ്വസ്തേ സഭയെ ഭയമെന്തിൻ
നുള്ളിൽ ക്ലേശം ലേശം വേണ്ട. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. പരിശുദ്ധ സഭയുടെ നൈർമല്യതയെക്കുറിച്ച്, ആ നിഷ്കളങ്ക ഭാവത്തെക്കുറിച്ച് പ്രതീക്ഷയോടെ മണവാളനായിരിക്കുന്ന കർത്താവ് പറയുന്നു, വിശ്വസ്തയായിരിക്കുന്ന സഭയെ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ എന്തിനാണ് ചഞ്ചലതയോടെ നിൽക്കുന്നത്? നീ ഭയപ്പെടേണ്ട. കാരണം നീ അപരനെ മോഹിച്ചിട്ടില്ല, നീ ലോകത്തെ മോഹിച്ചിട്ടില്ല, ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന പിശാചിനെ നീ മോഹിച്ചില്ല. നിൻ്റെ മോഹം എപ്പോഴും എന്നിലേക്ക് തന്നെയായിരുന്നു. നീ മണവാളനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വസ്തയാകുന്ന കാന്തയാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് പരിശുദ്ധ സഭയോട് ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ചിന്തയുണ്ടാകണം, അത് ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു മണവാട്ടി സഭയാണ്, ഞാനും കൂടെ ചേർന്നായിരിക്കുന്ന മണവാട്ടി സഭയാണ്. അതുകൊണ്ട് തന്നെ ആ മണവാട്ടി സഭയ്ക്ക് കളങ്കം വരുന്നൊരു പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം അനുഗ്രഹകരമാകുന്നത്, നമ്മുടെ ക്രൈസ്തവ ജീവിതം സന്തോഷകരമാകുന്നത്. മണവാട്ടി സഭയുടെ ഭാഗമാകുന്ന ഞാൻ എൻ്റെ മണവാളന് ദുഃഖമുണ്ടാകുന്ന വിധത്തിൽ ഒന്നും പ്രവർത്തിക്കില്ലെന്ന് എടുക്കുന്ന തീരുമാനം, അത് മണവാളനിൽ വലിയ സന്തോഷമുണ്ടാകും. പ്രിയമുള്ളവരെ, ആ 15-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചു ചെല്ലുമ്പോൾ ആദ്യം കണ്ടതാണ് കൂടാരത്തിൽ പാർക്കേണ്ടതിന് ആവശ്യമായിരിക്കുന്ന ഒന്ന് നിഷ്കളങ്കതയെന്ന്. 2-ാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തുന്നതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നീതി പ്രവർത്തിക്കുക. ഇത് രണ്ടും ഒരു പരിധിവരെ ഒരേപോലെ പോകുന്ന ചിന്താഗതിയാണ്. ഒന്ന് നിഷ്കളങ്കനാകുക, മറ്റൊന്ന് നീതി പ്രവർത്തിക്കുക. നീതി പ്രവർത്തിക്കുന്നവന് നിഷ്കളങ്കതയോടെ പ്രവർത്തിക്കുവാൻ എളുപ്പമാണ്. നിഷ്കളങ്കനായി ജീവിക്കുന്നവൻ നീതി വിട്ട് പ്രവർത്തിക്കുവാൻ തുനിയത്തില്ല. പ്രിയമുള്ളവരെ, ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീതി പ്രവർത്തിക്കുക, തൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റൊരാളുടെ ജീവിതത്തിൽ അനീതി സംഭവിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാതിരിക്കുക. കർത്താവ് യേശുക്രിസ്തു ആ നീതി ലഭിക്കാതെ പോയ വ്യക്തിയാണ്. നമുക്കറിയാം, ന്യായാസനത്തിന് മുമ്പാകെ അരുതാത്ത കുറ്റങ്ങൾ ആരോപിച്ച് യേശുക്രിസ്തുവിനെ നീതിപീഠത്തിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ അവിടെയും കർത്താവിന് ന്യായമായൊരു നീതി ലഭിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാലും കർത്താവ് അത് സഹിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ നടുവിലും അനേകം കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതിയായത് പ്രവർത്തിക്കുക, നീതി ഉള്ള ഇടങ്ങളിൽ ഇടപെടുക, അനീതിയായ കാര്യങ്ങളോട്, തെറ്റായ വഴികളിലോട് മാറി നിൽക്കുവാൻ ബോധ്യപ്പെടുത്തുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ് നീതി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല, ആ നീതിയോടെ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിലാണ് കർത്താവിൻ്റെ ന്യായവിധിയുടെ ദിവസവും ഒരു നീതിയുടെ ഇടപെടൽ ഉണ്ടാകത്തുള്ളൂ. നീതിപരമായൊരു ഇടപെടൽ ഉണ്ടാകുന്നത് ആ വിധത്തിലാണ്. അതുകൊണ്ടാണ് പെരുന്നാളിൻ്റെ സന്ധ്യയുടെ പ്രാർത്ഥനയിൽ കടന്നു ചെല്ലുമ്പോൾ അനുതാപത്തിൻ്റെ ഗീതത്തിൽ ഇപ്രകാരം ചേർന്ന് ഒരു ഗീതം നമ്മൾ ഇങ്ങനെ ആലപിക്കുന്നത്: നാഥാമുഖപക്ഷം തെല്ലും നിൻ വിധി നേരത്തില്ലാത്തതിനാലേ പാപി ഖേദിക്കും നേറ്റം ഭീകരമാം ഗ്രന്ഥത്തിന്നും നിന്നുടെ നീതി എൻ പിഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപ ദയ ചെയ്യുക. ഇവിടെ ഇപ്രകാരം പറയുന്നു: ഭീകരമാകുന്ന ഗ്രന്ഥം തുറന്ന്, ഭയങ്കരമേറിയ ഗ്രന്ഥം തുറന്ന് എൻ്റെ കുറ്റങ്ങൾ വായിക്കപ്പെടുന്ന സമയത്ത് നീതിയുടെ ഉടയവനായിരിക്കുന്ന കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കുക, ആ ന്യായാധിപനായിരിക്കുന്ന കർത്താവ് നീതിയുടെ സിംഹാസനത്തിലിരുന്ന് നമ്മെ ന്യായം വിധിക്കുമ്പോൾ തൊറ്റുപോകാതിരിപ്പാൻ
ഈ ഭൗമലോക ജീവിതത്തിൽ നിഷ്കളങ്കമായതും നീതി പ്രവർത്തിച്ചും ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നിഷ്കളങ്കമായതും നീതിയും പ്രവർത്തിച്ച് ജീവിക്കുമ്പോൾ അത് കർത്താവിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. അവൻ്റെ കൃപയ്ക്ക് കീഴിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 118-15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെ ശബ്ദമുണ്ടെന്ന്. നീതിമാന്മാരായിരിക്കുന്നവർ എവിടെ കൂടി വരുന്നുവോ അവിടെ ഒരു സന്തോഷത്തിൻ്റെ, ഒരാനന്ദത്തിൻ്റെ ഒരനുഭവമുണ്ട്. എന്നാൽ അനീതി പ്രവർത്തിക്കുന്ന, തിന്മ പ്രവർത്തിക്കുന്ന, കളങ്കം പ്രവർത്തിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ നമുക്കത് ആ സന്തോഷം കാണുവാൻ സാധിക്കില്ല. അവിടെ എപ്പോഴും അസ്വസ്ഥത പുകഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓർക്കുക, ഞാനായിരിക്കുന്നിടങ്ങളിൽ, ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ, ഞാനായിരിക്കുന്ന ഇടവകയിൽ, ഞാനായിരിക്കുന്ന സഭയിൽ, അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന സമൂഹത്തിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, പഠിക്കുന്ന ഇടങ്ങളിൽ, എവിടെയാണെങ്കിലും മറ്റൊരുവരുടെ ജീവിതത്തിലേക്ക് കരിനിഴൽ വീഴ്ത്തുന്ന, മറ്റുള്ള ഒരാളിൽ ഏതെങ്കിലും അരുതാത്തത് പ്രവർത്തിക്കുന്ന ഒരു ശീലം, കളങ്കത്തോടു കൂടിയതിൽ ശീലം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തുന്നതാണ് കർത്താവിൽ ഏറ്റവും നല്ലത്. പ്രിയമുള്ളവരെ, നീതിയായിട്ട് പ്രവർത്തിക്കുക. ഒത്തിരി പേരുടെ ജീവിതത്തിൽ അത് സന്തോഷം കൊണ്ടുവരും. ഒത്തിരി പേരുടെ ജീവിതത്തിൽ അത് സമാധാനം കൊണ്ടുവരും. ആ സന്തോഷവും സമാധാനവും അത് കർത്താവിൽ നിന്നുള്ള ദാനമാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ നാം കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ ഭാഗമാണെന്നും അതിനോട് ചേർന്ന് വരുവാൻ അനേകർ മനസ്സ് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓർക്കുക, ഈ ജീവിതത്തിൽ നിഷ്കളങ്കതയോടെ നടക്കുവാനും നീതി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ഒറ്റ വാക്യം കൂടെ അതിനെ ചേർന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ അവൻ്റെ പർവ്വതത്തിൽ അല്ലെങ്കിൽ കൂടാരത്തിൽ വസിക്കുമെന്ന് രേഖപ്പെടുത്തുകയാണ്. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവൻ, നിഷ്കളങ്കനായി നടക്കുക, നീതി പ്രവർത്തിക്കുക, സത്യം സംസാരിക്കുക. അതൊരു ജീവിതത്തിൽ ഏത് തലങ്ങളിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്നതും പ്രത്യുത കർത്താവിൻ്റെ കൃപയ്ക്കും പാത്രമാകുന്ന 3 കാര്യങ്ങളാണ്. നമ്മൾ മറക്കാൻ പാടില്ല. എങ്ങനെ വേണമെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാം, അവകാശമുണ്ട്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ആദമിനെ ഓർമ്മിപ്പിച്ചിട്ട് ആ മരത്തെ അപ്രകാരം തന്നെ നിർത്തിയിട്ട് പോകുമ്പോൾ തിന്നണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് അത് ആദമാണ്. പാപം നമ്മുടെ മുമ്പിൽ വന്ന് കടന്നു നിൽക്കും. എന്നാലത് പ്രവർത്തിക്കണമോ, ആ പാപത്തിൽ ഞാൻ പെട്ടുപോകണമോ എന്ന് അവനവൻ തീരുമാനമെടുക്കും. എന്നാൽ എടുക്കുന്ന തീരുമാനം അത് കർത്താവിൽ അനുഗ്രഹമായിട്ട് തീരുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളുക, യഹോവയുടെ കൂടാരത്തിലുള്ള പ്രവേശനം അത്ര എളുപ്പമായിരിക്കില്ല. അവൻ്റെ പർവ്വതത്തിലെ വാസം എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആര് പാർക്കും, നിൻ്റെ പർവ്വതത്തിൽ ആർ വസിക്കും എന്ന ചോദ്യത്തിന് ചേർന്ന ഒരു 3 ചിന്തകൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവച്ചത്. അതിലൊന്ന് നിഷ്കളങ്കതയോടെ പ്രവർത്തിക്കുക, രണ്ടാമത്തേത് നീതി പ്രവർത്തിക്കുന്നവർ ആയിരിക്കുക, മൂന്നാമത്തേത് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്ന ഒരു ജീവിത അനുഭവം ഉണ്ടാകുക. ഈ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കർത്താവിൽ ശരണപ്പെട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ കരം നീട്ടി നമ്മെ ആശ്വസിപ്പിക്കുകയും ജീവിതത്തിൽ സന്തോഷത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അതിന് ദൈവമായ കർത്താവിൻ്റെ കരുണ, അവൻ്റെ കൃപ നമ്മൾ എല്ലാവരിലേക്കും ഒഴുകി വരുമാറാകട്ടെ. അപ്രകാരം ജീവിപ്പാൻ കർത്താവ് നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.